നമസ്കാരം. CJPയുടെ ഡൽഹി ജന്തർ മന്തർ പ്രതിഷേധത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് മുസ്ലിം സമുദായത്തിന്റെ ആഹ്വാനം ചർച്ചയാകുന്നു. പരീക്ഷാ ക്രമക്കേടുകളും നിയമനവുമായി ബന്ധപ്പെട്ട പരാതികളും ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ജന്തർ മന്തറിൽ CJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ വഴിയും പള്ളികൾ വഴിയുമാണ് CJP പ്രതിഷേധത്തിൽ നിന്നും അകലം പാലിക്കണം എന്ന ആ സന്ദേശം മുസ്ലിം യുവാക്കൾക്ക് ഇവർ നൽകിയിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിന്നേക്കാം, പക്ഷേ അവർക്ക് അതിന്റെ അനന്തര ഫലങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കും എന്ന് മുന്നറിയിപ്പാണ് പ്രധാനമായും നൽകിയത്. പങ്കെടുക്കരുത്, പ്രതിഷേധ സ്ഥലത്തിന് സമീപം പോലും പോകരുത്, അക്രമോ പ്രശ്നങ്ങളോ പൊട്ടിപ്പുറപ്പെട്ടാൽ നിയമ നടപടികൾ കാലങ്ങളോളം നീണ്ടു നിന്നേക്കും. അതിനാൽ CJP പ്രതിഷേധം ഒഴിവാക്കുക എന്ന സന്ദേശമാണ് മുസ്ലിം യുവാക്കൾക്ക് ഇവർ നൽകിയത്. പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഒരു റോഡ് കയ്യേറി മുസ്ലിം സ്ത്രീകൾ ഷഹീൻ ബാഗിനെ ആഗോള പ്രതിഷേധ ചിഹ്നമാക്കി മാറ്റിയതിനു ശേഷമുള്ള അനുഭവങ്ങളാണ് ഈ ആഹ്വാനത്തിനും തീരുമാനത്തിനും പിന്നിലെന്നാണ് സൂചന. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രതിഷേധത്തിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾ മുൻപ് തന്നെ പുരോഹിതന്മാരും സമുദായ വ്യക്തികളും സാധാരണ മുസ്ലിം സംഘടനകളും അംഗങ്ങളോട് പ്രതിഷേധത്തിൽ പങ്കെടുക്കരുതെന്ന് അഭ്യർത്ഥിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. CAA വിരുദ്ധ പ്രതിഷേധങ്ങൾക്കും ഡൽഹി കലാപ അന്വേഷണങ്ങൾക്കു ശേഷം ശക്തി പ്രാപിച്ച ഒരു വികാരമാണിത്. അതുകൊണ്ട് തന്നെയാണ് മുന്നറിയിപ്പുകൾ ഇടതടവില്ലാതെ മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്നും പ്രവഹിച്ചത്. ഷഹീൻ ബാഗിലെ ഒരു പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം ഒരു ഇമാം നടത്തിയ പ്രസംഗത്തിൽ യുവ മുസ്ലിങ്ങൾ പ്രകടനങ്ങളിൽ ചേരുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ചിന്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തെരുവുകളിൽ മാത്രമല്ല ആക്ടിവിസം ഉള്ളതെന്ന് മുസ്ലിം യുവാക്കൾ ഓർമ്മിക്കണം, അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ മാറ്റം വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും വരുന്നു. വികാരങ്ങൾ പ്രധാനമാണ്, പക്ഷേ തീരുമാനങ്ങൾ ജ്ഞാനത്തിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും നയിക്കപ്പെടണം, അദ്ദേഹം പറഞ്ഞു. എന്തായാലും മുസ്ലിം സമുദായം CJPയുടെ പ്രക്ഷോഭത്തിൽ അധികം ഭാഗഭാക്കായില്ല. സമാധാനപരമായ പ്രതിഷേധമാണ് CJP ഡൽഹിയിൽ നടത്തിയതും ജന്തർ മന്തറിലേക്ക് നൂറുകണക്കിന് ആളുകളെ എത്തിക്കുന്നതിൽ CJPയും ദീപ്കയും വിജയിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് നിലവിൽ വന്ന ഒരു പ്രസ്ഥാനത്തിന്, അതും ഓൺലൈനിൽ, ഇത് വലിയൊരു നേട്ടമാണ്. അഭിജിത് ദീപ്കെ സ്ഥാപിച്ച ഓൺലൈൻ പ്രസ്ഥാനമായ CJPയുടെ ആദ്യത്തെ പ്രധാന തെരുവ് സമരം എന്തായാലും സമാധാനപൂർണ്ണമായാണ് അവസാനിച്ചത്.